പ്രസംഗ വിഷയം യഥാർത്ഥ അർമ്മഗതം എന്തിന് എപ്പോൾ എന്നതാണ്. ഇത് നിർവഹിക്കുന്നത് ജഗോഷ്വ ജി തോമസ് സഹോദരനാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നമുക്ക് സൂക്ഷ്മ ശ്രദ്ധ കൊടുക്കുക. അർമ്മഗതോൻ, ആ പദം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താശയമാണ് കടന്നു വരുന്നത്? നമ്മൾ പൊതുവെ ലോകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ പദം കേൾക്കുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള നിരവധി ആശയങ്ങൾ ആളുകളുടെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ട്. ഉദാഹരണത്തിന്, ഒരു മുൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന തിയോഡോർ റൂസ്വെൽറ്റ് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ ഒരിക്കൽ ഇപ്രകാരം പ്രസ്താവിച്ചു: ഞങ്ങൾ അർമ്മഗദോനിൽ നിൽക്കും, കർത്താവിന് വേണ്ടി പോരാടും. എന്നാൽ അദ്ദേഹം ഈ പരാമർശം നടത്തിയത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിജയത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു. രാഷ്ട്രീയപരമായി അദ്ദേഹം നേടാൻ പോകുന്ന വിജയത്തെ വിശേഷിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അർമ്മഗദോൻ എന്ന പദം ഉപയോഗിച്ചു. ഇനി നമ്മൾ ലോകത്തിലെ മറ്റു ചില ആളുകളെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ അഭിപ്രായത്തിൽ ഈ അർമ്മഗദോൻ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ആശയം ഒരുതരം സാമ്പത്തിക തകർച്ച, അതാണ് അർമ്മഗദോൻ എന്ന് അവർ വിചാരിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു കനേഡിയൻ മാസികയായ ദി ബിസിനസ് ലൈഫ് എന്ന് പറയുന്ന ഒരു മാസികയില് ഒരു തലക്കെട്ട് ഇപ്രകാരമായിരുന്നു: മൂന്നാം ലോകം വരുത്തിവെക്കുന്ന സാമ്പത്തിക പ്രതിബദ്ധത ഈ ലോകത്തെ ഒരു സാമ്പത്തിക അർമ്മഗദോനിലേക്കായിരിക്കുമോ കൊണ്ടെത്തിക്കുന്നത്? ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞ സംഗതി, സാമ്പത്തികമായി നേരിടാനിരിക്കുന്ന തകർച്ചയെ അർത്ഥമാക്കുന്നതിന് വേണ്ടി ഈ പദം ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും. ഇനി നമ്മൾ മറ്റു ചില ആളുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ അഭിപ്രായത്തിൽ അർമ്മഗദോൻ എന്ന് പറയുമ്പോൾ അവർ വിചാരിക്കുന്നത് ഈ ലോകത്ത് സംഭവിക്കാൻ പോകുന്ന ഒരുതരം ന്യൂക്ലിയർ വിപത്താണ് എന്നാണ്. ഉദാഹരണത്തിന്, 1984 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വേളയിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന റൊണാൾഡ് റീഗൻ അദ്ദേഹം അഭിപ്രായപ്പെട്ടത് ഈ ലോകം ഒരു ന്യൂക്ലിയർ അർമ്മഗദോനിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് അവസാനിച്ചോ? അവസാനിച്ചില്ല. മത നേതാക്കന്മാരെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ അഭിപ്രായം എന്താണ്? 19ാം നൂറ്റാണ്ടിലെ ഒരു പ്രമുഖ മത നേതാവായ ആഡം ക്ലാർക്ക്, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ അർമ്മഗദോൻ എന്ന് പറയുന്നത് ഓസ്ട്രലിസിലും മോസ്കോയിലും ലാപാസിലും വാട്ടർലൂവിലും വെച്ച് നടന്ന യുദ്ധങ്ങളാണ് അർമ്മഗദോൻ എന്ന് അദ്ദേഹം ചിത്രീകരിച്ചു. ഇനി നമ്മൾ മറ്റു ചില ആളുകൾ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ അവരുടെ അഭിപ്രായം എന്താണ്? അവർ വിചാരിക്കുന്നത് ഈ ഭൂമിയും മറ്റേതെങ്കിലും ഒരു ജ്യോതിർഗ്രഹവുമായിട്ട് ഉണ്ടാകുന്ന ഒരു കൂട്ടിയിടിയാണ് അർമ്മഗദോൻ എന്ന് അവർ വിചാരിക്കുന്നു. അങ്ങനെ ഈ ഭൂമി നശിക്കുമെന്ന് വേറെ ഒരു കൂട്ടം ആളുകൾ വിചാരിക്കുന്നു. എന്തിനീ അടുത്ത കാലത്ത് മാധ്യമ പ്രവർത്തകർ പോലും ആ പദപ്രയോഗം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അർമ്മഗദോൻ എന്ന പേരുള്ള സിനിമകൾ പോലും അവര് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ്? അർമ്മഗദോൻ എന്നുള്ള പദം കേൾക്കുമ്പോൾ ലോകത്തിലെ ആളുകൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള നിരവധി ആശയങ്ങളാണ് അവരുടെ മനസ്സിലേക്ക് വരുന്നത്. അത് സൂചിപ്പിക്കുന്നത് ഈ പദം വാസ്തവത്തിൽ ഈ ലോകത്തിൽ വളരെയധികം ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു പദമാണ് എന്നല്ലേ? തീർച്ചയായും. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്: എന്താണ് യഥാർത്ഥ അർമ്മഗദോൻ? നമ്മളെല്ലാവരും അതിന് ഉത്തരം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? യഥാർത്ഥ അർമ്മഗദോൻ എന്താണ്? ഇതിനുള്ള കൃത്യമായ ഉത്തരം നൽകാൻ ആർക്കാണ് സാധിക്കുന്നത്? നമുക്കറിയാം, ഈ അർമ്മഗദോൻ എന്നുള്ള പദം നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പദം നമ്മൾ കാണുന്നത് ദൈവവചനമായ ബൈബിളിലാണ്. അതുകൊണ്ട് തന്നെ അർമ്മഗദോൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നത് സംബന്ധിച്ച് വളരെ കൃത്യമായ ഉത്തരം നൽകാൻ ദൈവവചനമായ ബൈബിളിന് സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നിങ്ങൾ അതിനോട് യോജിക്കുന്നില്ലേ? ശരിയാണ്. കൊള്ളാം. നമ്മൾ ബൈബിളിൽ എവിടെയാണ് ആ പദം കാണുന്നത്? നമുക്ക് ആദ്യമായിട്ട് ആ പദത്തിലേക്ക് തന്നെ വരാം. വെളിപ്പാട് പുസ്തകം 16ാം അധ്യായത്തിന്റെ 16ാമത്തെ വാക്യത്തിലേക്ക് ദയവാ എല്ലാ സൗരങ്ങൾക്കും എന്നോടൊപ്പം നിങ്ങളുടെ ബൈബിൾ തുറക്കാവുന്നതാണ്. വെളിപ്പാട് പുസ്തകം 16ാം അധ്യായത്തിന്റെ 16ാമത്തെ വാക്യം. അവിടെയാണ് നമ്മൾ ആ പദം കാണുന്നത്. നമ്മളവിടെ ഇങ്ങനെ വായിക്കുന്നു: അവരെ എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്ന് പേരുള്ള സ്ഥലത്ത് കൂട്ടിച്ചേർത്തു. അപ്പൊ നമുക്കിവിടെ ആ പദം കാണാൻ സാധിക്കുന്നുണ്ട്. ഹർമഗദോൻ എന്ന ആ പദം നമ്മളിവിടെ നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. എബ്രായ പദമായ ഹർമഗദോൻ അഥവാ മെദിഗോ പർവ്വതം എന്ന ഒരു പദത്തിൽ നിന്നാണ് ഈ അർമ്മഗദോൻ എന്ന പദം വന്നിരിക്കുന്നത്. കൊള്ളാം. ഇവിടെ ആരെയാണ് കൂട്ടിച്ചേർക്കുന്നത്? ഈ പദത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ആഴത്തിൽ പോകുന്നതിന് മുൻപായിട്ട് ഈ അർമ്മഗദോൻ എന്ന പേരുള്ള സ്ഥലത്ത് ആരെയാണ് കൂട്ടിച്ചേർക്കുന്നത് നമുക്ക് നോക്കാം. അതിന്റെ 14ാം വാക്യം നമുക്ക് വായിച്ചു നോക്കാം. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇവ സർവ്വഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് പുറപ്പെടുന്നു. ഇവിടെ പറയുന്ന സംഗതി, ഈ ഭൂമിയിലെ രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ യുദ്ധത്തിന് വേണ്ടി കൂട്ടിച്ചേർക്കുന്ന ഒരു അവസ്ഥയെ ചിത്രീകരിക്കുന്നതിന് വേണ്ടി അർമ്മഗദോൻ എന്ന പദപ്രയോഗം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു.
എന്തായാലും ഇത് ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല. നമ്മൾ ആദ്യം കേട്ടതുപോലെയുള്ള ഒരു ന്യൂക്ലിയർ വിപത്തല്ല. ന്യൂക്ലിയർ വിപത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഭൂമി നശിക്കുമെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ലോകത്തിലെ രാഷ്ട്രങ്ങൾ പരസ്പരം യുദ്ധം ചെയ്യും, അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ല, ലോകരാഷ്ട്രങ്ങളെ, അതായത് ഭൂമിയിലെ രാജാക്കന്മാർ യഹോവയാൻ ദൈവവുമായിട്ട് നടത്തുന്ന, അല്ലെ യഹോവയാൻ ദൈവം ഭൂമിയിലെ രാജാക്കന്മാരുമായിട്ട് നടത്തുന്ന ഒരു യുദ്ധം, അതിനെ ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ ഈ അർമഗദോൻ എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഈ വാക്യത്തിലേക്ക് തന്നെ വരാൻ സാധിക്കും. 16-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. അവരെ എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്ന പേരുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നുണ്ട്. കൊള്ളാം, ഈ ഹർമഗദോൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ പദം നമ്മൾ കേട്ടതുപോലെ അത് വന്നിരിക്കുന്നത് ഹർമഗദോൻ അഥവാ മെദിഗോ പർവ്വതം എന്ന ഒരു എബ്രായ പദത്തിൽ നിന്നാണ് ഈ ഹർമഗദോൻ എന്നുള്ള പദം വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ആളുകൾ വിചാരിച്ചേക്കാം ഈ യുദ്ധം നടക്കുന്നത് മെദിഗോ പർവ്വതത്തിന്റെ താഴ്വരയിലായിരിക്കാം എന്ന്. എന്നാൽ അത് അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഈ മെദിഗോ പർവ്വതം എന്ന് പറയുന്നത് മധ്യപൂർവ്വ ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന നാളുകളിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തെ അത് പരാമർശിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് അക്ഷരീയമായിട്ട് ഈ മെദിഗോ പർവ്വതത്തിന്റെ താഴ്വരയിൽ ഭൂമിയിലെ രാജാക്കന്മാരെ കൂട്ടിച്ചേർക്കുക എന്ന് പറയുന്നത് സാധ്യമാണോ? ഒരിക്കലുമില്ല. ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്. എന്നാൽ അത് സാധ്യമല്ല. കാരണം ഇന്ന് നമ്മൾ ഈ മെദിഗോ എന്ന് പറയുന്ന സ്ഥലം നമ്മൾ സന്ദർശിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ കേവലം ഒരു കുന്ന് മാത്രമാണ് കാണുന്നത്. അതായത് 20 മീറ്റർ ഉയരമുള്ള ഒരു കുന്ന് മാത്രമാണ് ഈ മെദിഗോ എന്ന് പറയുന്ന പുരാതന മെദിഗോയുടെ സ്ഥാനത്ത് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പൊ ഈ കുന്നിന്റെ താഴ്വരയിൽ ഈ ഭൂമിയിലെ സകല രാജാക്കന്മാരെയും കൂട്ടിച്ചേർക്കുക എന്ന് പറയുന്നത് അതൊരിക്കലും സാധ്യമല്ല. അത് അസാധ്യമായ ഒരു സംഗതിയാണ്. അത് മാത്രമല്ല, ഈ മെദിഗോ എന്ന് പറയുന്ന സ്ഥലം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന പോലുമില്ല. അതിനർത്ഥം ഈ അർമഗദോൻ യുദ്ധം നടക്കുന്നത് മെദിഗോ പർവ്വതത്തിന് സമീപത്ത് വെച്ചല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിരുന്നാലും പുരാതന നാളുകളിൽ സംഭവിച്ച പല നിർണായകമായിട്ടുള്ള യുദ്ധങ്ങളും നടന്നത് ഈ മെദിഗോ പർവ്വതത്തിന്റെ താഴ്വരയിൽ വെച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അർമഗദോൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോകരാഷ്ട്രങ്ങൾ യഹോവയാൻ ദൈവമായിട്ട് നടത്തുന്ന ഒരു യുദ്ധം, അതൊരു അവസ്ഥയെ ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഭൂമിയിലെ രാജാക്കന്മാർ പരസ്പരം ചെയ്യുന്ന യുദ്ധമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിൽ പിടിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചപ്പോൾ അർമഗദോൻ എന്ന പേരുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നുണ്ട്. അതിനർത്ഥം ഈ അർമഗദോൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെയാണോ അർത്ഥമാക്കുന്നത്? ഒരിക്കലുമല്ല. കാരണം ഇവിടെ ഈ സ്ഥലം എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന ഗ്രീക്ക് പദം ടോപ്പോസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഒരുതരം അവസ്ഥയാണ് ചിത്രീകരിക്കുന്നത്. അക്ഷരീയമായിട്ട് ഒരു സ്ഥലത്തെ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിൽ പിടിക്കേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ അർമഗദോനിനോടുള്ള ബന്ധത്തിൽ ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യമുണ്ട്. ഈ അർമഗദോനിൽ ഭൂമി നശിക്കുമോ? നമ്മൾ ആദ്യം കേട്ട വ്യത്യസ്തങ്ങളായിട്ടുള്ള നിഗമനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ചില ആളുകൾ പറയുന്നു ന്യൂക്ലിയർ യുദ്ധമാണെന്ന് പറയുന്നു, ഭൂമി മറ്റേതെങ്കിലും ഒരു ഗോളമായിട്ട് നടക്കുന്ന കൂട്ടിയിടിയാന്ന് പറയുന്നു. ഇതിനെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഭൂമി നശിക്കുന്നതായിട്ടാണ് അവർ പറയുന്നത്. എന്നാൽ വാസ്തവത്തിൽ ഈ അർമഗദോൻ യുദ്ധത്തിൽ ഭൂമി നശിക്കുമോ? നമുക്ക് നോക്കാം. വെളിപ്പാട് പുസ്തകത്തിലേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ സാധിക്കും. അതിന്റെ 11-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിലേക്ക് നമ്മുടെ ബൈബിൾ തുറക്കാം. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം, അതിന്റെ ബി ഭാഗം നമുക്ക് വായിക്കാൻ സാധിക്കും. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ചെറിയവരും വലിയവരുമായ നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുപ്പാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കുവാനുമുള്ള കാലവും വന്നു. ഭൂമി നശിക്കുമെന്നല്ല പറയുന്നത്, ഭൂമിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രങ്ങളെ യഹോവയാൻ ദൈവം നശിപ്പിക്കും എന്നാണ് ഈ തിരുവെഴുത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് അർമഗദോനെ സംബന്ധിച്ചുള്ള ഏതാണ്ട് ഒരു ഐഡിയ നമുക്ക് ലഭിച്ചു. അർമഗദോൻ എന്താണ് എന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി. ഈ അർമഗദോൻ എന്ന് പറയുന്നത് നമ്മൾ കേട്ടതുപോലെ അത് വളരെ നിർണായകമായിട്ടുള്ള ഒരു യുദ്ധമാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അനീതി തുടച്ചു നിൽക്കാനുള്ള യഹോവയാൻ ദൈവത്തിന്റെ ഒരു യുദ്ധമാണ് ഈ അർമഗദോൻ. ഈ അർമഗദോൻ യുദ്ധത്തിലൂടെ യഹോവ എന്താണ് സാധ്യമാക്കാൻ പോകുന്നത്? ദുഷ്ടത പ്രവർത്തിക്കുന്ന സകലരെയും ഈ ഭൂമിയിൽ നശിപ്പിച്ചുകൊണ്ട് നീതി വസിക്കുന്ന ഒരു പുതിയ പർദീസയാണ് യഹോവയാൻ ദൈവം ആനയിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്: ഇപ്പോൾ നമ്മൾ എന്താണ് അർമഗദോൻ എന്ന് മനസ്സിലാക്കി. അടുത്ത ചോദ്യം, ഈ അർമഗദോൻ യുദ്ധം എന്തുകൊണ്ടാണ് ആവശ്യമായിരിക്കുന്നത്? അതാണ് നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്ന മറ്റൊരു സംഗതി. നമുക്കറിയാം, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്ന നിലയിൽ ഈ ഭൂമിയെ ഭരിക്കാനുള്ള അവകാശം ആർക്കാണ്? അത് ഏതെങ്കിലും മനുഷ്യർക്കുണ്ടോ ഈ ഭൂമിയെ ഭരിക്കാനുള്ള അവകാശം? ഒരിക്കലുമില്ല. മറിച്ച് ആ അവകാശം അഖിലാണ്ട പരമാധികാരിയായിരിക്കുന്ന സ്വർഗസ്ഥനായ ദൈവമായ യഹോവയ്ക്കാണ്. എന്നാൽ ആ അധികാരത്തെയാണ് ഇന്ന് ഭൂമിയിലെ രാഷ്ട്രങ്ങൾ കവർന്നെടുത്ത് വെച്ചിരിക്കുന്നത്. അത് മാത്രമാണോ? ഈ ഭൂമിയിലെ രാഷ്ട്രങ്ങൾ യഹോവയാൻ ദൈവത്തിന്റെ ഭരണ വ്യവസ്ഥയെ അവർ അംഗീകരിച്ചിട്ടില്ല. അവന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ഭരണത്തെ അവർ തള്ളിക്കളഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുന്നു.
അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിലെ രാഷ്ട്രങ്ങളെ നശിപ്പിക്കേണ്ടത് ഇപ്പോൾ വളരെ അത്യന്താപേക്ഷിതമായ ഒരു സംഗതിയായി മാറിയിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൊള്ളാം, ഈ ഭൂമിയിലെ രാഷ്ട്രങ്ങൾ ഇപ്പോൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്ക് സങ്കീർത്തനം പുസ്തകം 2-ാം അധ്യായത്തിന്റെ 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ ഭൂമിയിലെ രാജാക്കന്മാർ ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരുടെ മനോഭാവം നമുക്ക് അവിടെ വായിക്കാൻ സാധിക്കും. സങ്കീർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യം നമുക്കവിടെ ഇപ്രകാരം വായിക്കാൻ സാധിക്കും. യഹോവയ്ക്കും അവന്റെ അഭിഷത്തിനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. എന്താണ് അവർ ആലോചിക്കുന്നത്? നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞുകളക. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളി ചെയ്യും, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വായിച്ചിരിക്കുന്നു. അപ്പൊ സിയോനിൽ യഹോവ വായിച്ചിരിക്കുന്ന രാജാവായിരിക്കുന്ന യേശുക്രിസ്തുവിനെതിരെ ഈ ഭൂമിയിലെ രാജാക്കന്മാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ യഹോവയായ ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നത്? നമുക്ക് അതിന്റെ 9-ാം വാക്യം നമുക്ക് വായിച്ചു നോക്കാം. ഈ ഭൂമിയിലെ രാഷ്ട്രങ്ങളുടെ മേൽ യഹോവ ചെയ്യാൻ പോകുന്ന നിർണായക നടപടിയെ സംബന്ധിച്ച് കാണാൻ സാധിക്കും. അതിന്റെ 9-ാം വാക്യം നമുക്ക് നോക്കാം. ഇരുമ്പ് കോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. മനോഹരമായിരിക്കുന്ന ഒരു പാത്രം നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നു, മനോഹരമായിരിക്കും. പക്ഷെ താഴെ ഇടുമ്പോൾ അത് പൊട്ടിത്തെറിച്ച് പോകുന്നത് പോലെ, മനോഹരമായ ഒരു സ്ഫടിക പാത്രം തകർന്ന് തരിപ്പണമാകുന്നത് പോലെ ഈ ഭൂമിയിലെ ഈ രാഷ്ട്രങ്ങളെ യഹോവയായ ദൈവം തകർത്ത് തരിപ്പണമാക്കുമെന്ന് ഇവിടെ യഹോവയായ ദൈവം നമ്മോട് പറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അർമ്മഗദോൻ എന്താണ് നമ്മൾ മനസ്സിലാക്കി. അർമ്മഗദോനിലൂടെ യഹോവയായ ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും നമ്മളിപ്പോൾ മനസ്സിലാക്കി. ശരി, ഈ ഭൂമിയിലെ രാജാക്കന്മാരെ യഹോവയായ ദൈവത്തിനെതിരെ മത്സരിക്കാൻ തക്കവണ്ണം അവരെ പ്രേരിപ്പിക്കുന്ന ആരാണ്? പ്രധാനമായും 3 പ്രേരക ശക്തികളാണ് ഇതിന് പിമ്പിൽ പ്രവർത്തിക്കുന്നത്. ഈ ഭൂമിയിലെ രാജാക്കന്മാരെ യഹോവയായ ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്ന 3 പ്രേരക ശക്തികൾ. ആരൊക്കെയായിരിക്കും ആ 3 പ്രേരക ശക്തികൾ? നമുക്ക് നമ്മുടെ ബൈബിൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് തന്നെ തുറക്കാൻ സാധിക്കും. അതിന്റെ 16-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ സാധിക്കും. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 13-14 വാക്യം. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. എല്ലാ സൗരങ്ങളും ആ ഭാഗം എടുത്തുവെന്ന് പ്രതീക്ഷിക്കുന്നു. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 13 ഇപ്രകാരം വായിക്കുന്നു. മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെ പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവ സർവ്വഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തിനായ ദൈവത്തിന്റെ മഹാദിവസത്തെ യുദ്ധത്തിന് കൂട്ടിച്ചേർക്കുന്നു. ഇവ എന്ന് പറയുമ്പോൾ 3 പ്രേരക ശക്തികളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ ഭൂമിയിലെ രാജാക്കന്മാരെ ഉന്തിവിടുന്ന അല്ലെങ്കിൽ തള്ളിവിടുന്ന 3 പ്രേരക ശക്തികൾ ആരെല്ലാമാണ്? ഈ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ 13-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് പോലെ മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും അവിടെ മഹാസർപ്പം ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ മഹാസർപ്പം ആരാണ്? നമ്മൾ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണെങ്കിൽ ആരാണ് ഈ മഹാസർപ്പം എന്ന് നമുക്ക് അവിടെ വായിക്കാൻ സാധിക്കും. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പ് എന്ന് പറയുന്നു. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന പിശാചായ സാത്താനാണ് ഈ ഭൂമിയിലെ രാഷ്ട്രങ്ങളെ യഹോവയായ ദൈവത്തിനെതിരെ മത്സരിക്കാൻ തക്കവണ്ണം അവരെ തള്ളിവിടുന്നത് എന്ന് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിലെ രാഷ്ട്രങ്ങളെ യഹോവയായ ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യാൻ തക്കവണ്ണം അവരെ പ്രേരിപ്പിക്കുന്ന 2ാമത്തെ പ്രേരക ശക്തി എന്താണ്? നമുക്ക് 16-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ കാണുന്ന മറ്റൊരു ആശയം മൃഗത്തിന്റെ വായിൽ നിന്ന് എന്ന് പറയുന്നു. ഇവിടെ പരാമർശിച്ചിരിക്കുന്ന മൃഗം അത് എന്തിനാണ് അർത്ഥമാക്കുന്നത്? നമ്മൾ ബൈബിൾ പരിശോധിക്കുകയാണെങ്കിൽ ബൈബിൾ പൊതുവെ മൃഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഭൂമിയിലെ രാഷ്ട്രീയ വ്യവസ്ഥിതിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ദാനിയേൽ പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് ഇത്തരണത്തിൽ നമ്മുടെ ബൈബിൾ തുറക്കാൻ സാധിക്കും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം. അവിടെ ഈ മൃഗം ആരെയാണ് ചിത്രീകരിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 7-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന 4 വ്യത്യസ്ത മൃഗങ്ങളെ സംബന്ധിച്ച് അവിടെ പറയുന്നു. പുള്ളിപ്പുലിക്ക് സദൃശ്യമായിട്ടുള്ള മൃഗം, കരടിയോട് സദൃശ്യമായിട്ടുള്ള മൃഗം, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള 4 തരം മൃഗങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഈ അധ്യായത്തിൽ വായിക്കാൻ സാധിക്കും. ഈ മൃഗം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആരെയാണ്? നമുക്ക് അതിന്റെ 17-ാമത്തെ വാക്യം വായിച്ചു നോക്കാൻ സാധിക്കും. അത് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ആ 4 മഹാമൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുവാനിരിക്കുന്ന 4 രാജാക്കന്മാരാകുന്നു. അപ്പൊ ഭൂമിയിൽ ഉണ്ടാകാനിരിക്കുന്ന രാജാക്കന്മാരെ അർത്ഥമാക്കുന്നതിന് വേണ്ടി ഈ മൃഗം എന്നുള്ള പദപ്രയോഗം ഇവിടെ ഉപയോഗിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മൃഗം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ മുഴുഭൂമിയിലെയും ഭരണ വ്യവസ്ഥിതി, രാഷ്ട്രീയ വ്യവസ്ഥിതിയാണ് ഈ മൃഗം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ മൃഗമാണ് ഈ ഭൂമിയിലെ രാജാക്കന്മാരെ യഹോവയായ ദൈവത്തിനെതിരെ മത്സരിക്കാൻ തക്കവണ്ണം അവരെ പ്രേരിപ്പിക്കുന്ന 2ാമത്തെ